ഞാൻ നോക്കുമ്പോഴേ ഒരു പ്ലേറ്റ് ചാളവറുത്തൊക്കെ മേടിച്ച് കഴിക്കുന്ന ആൾക്കാരെ ഇപ്പം 2 പ്ലേറ്റൊക്കെ മേടിച്ച് കഴിക്കണോടോ. അതേപോലെ തന്നെ കടയിൽ ചാളവറുത്ത് വെച്ചാൽ പെട്ടെന്ന് തീരുകയും ചെയ്യണം. പിന്നെ ആൾക്കാർ ചോദിക്കണമുണ്ട്. അപ്പം ഇതെന്താ ഇതിൻ്റെ ഗുഡൻസ് എന്ന് അറിയാൻ വേണ്ടി ഇന്നലെ ഞാൻ ചോറ് കഴിച്ചപ്പോൾ 2 ചാളവറുത്തത് കഴിച്ചു നോക്കിയിട്ടാ. അപ്പം എന്താ വേറെ ഒന്നുമില്ല, നല്ല നെയ്ച്ചാളയുമാണ് ഉണ്ടച്ചാള. ഇത് പിച്ചുമ്പോൾ തന്നെയല്ലേ നല്ല ടേസ്റ്റ്. പിച്ചുമ്പോൾ അല്ല പിച്ച് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് ഉള്ളത്. എന്നാൽ പിന്നെ ഇന്ന് ചാളക്കറി അങ്ങോട്ട് വെക്കാലോ അല്ലേ. ഇന്ന് നമ്മൾ തക്കാളി പൊട്ടിച്ച ചാളക്കറിയാണ്. ആദ്യം മസാലയുടെ ഒന്നും ആവശ്യമില്ല ഇതിന്. ഞാനേ ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ കേട്ടോ. ആദ്യപ്പുറത്തിൽ അതേ നോക്കിക്ക് കണ്ടില്ലേ. കാരണം ഇനി പറയേ നെയ്യില്ലാത്ത ചാളയാണ്, കുറേ വെളിച്ചെണ്ണ വെച്ചിട്ടാണെന്ന് ആരും പറയണ്ട, നെയ്യുള്ള ചാള തന്നെയാണ്. എന്നിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ച് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ അതൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അങ്ങനെ ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കൂല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു മസാല നന്നായിട്ട് മൂപ്പിക്കണോടെ, എന്നാൽ മാത്രമേ എരിക്കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പഴുത്ത തക്കാളി ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളി ഈ ഒരു മീൻ കറിക്ക് ഇടന്നിട്ട് ആ ഒരു മീനും തക്കാളിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. സാധാരണ ഞാൻ പറയണത് ഗോദാവരി വെള്ളം പോലെ ഒഴിക്കരുതെന്നല്ലേ, പക്ഷേ ഈ ഒരു കറിക്ക് ഗോദാവരി വെള്ളം പോലെ തന്നെ ഒഴിക്കണം, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കറി തിക്ക് ഗ്രേവി അല്ല, വെള്ളം പോലെ ഇട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻകുട്ടന്മാരെ അങ്ങോട്ട് പിറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം എല്ലാവരും വിചാരിക്കുമോ ഇങ്ങനെയൊക്കെ കറി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടയിലെ ആൾക്കാർ കഴിക്കുമെന്ന്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞ ആൾക്കാരൊക്കെ കഴിച്ചോളൂടാ. പിന്നെ ഇത് മലവെള്ളപ്പാച്ചിൽ പോലെയൊന്നും ആയിരിക്കില്ല കേട്ടോ കറി. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോഴല്ലേ കറക്റ്റായിരുന്നു അവിടെ എല്ലാവരും. ചോറിലേക്ക് ചൂട് മീൻകറി അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൊഴുവ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ ഊറാനായിട്ട്. അതേപോലെ തന്നെ കേബേജ് തോരനുണ്ടായിരുന്നു. അനിയത്തി മത്തങ്ങ എരിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കണേ കേട്ടോ. മിക്ക ആൾക്കാർ ഈ ഒരു കറി കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഈ കടയിലേക്ക് ഇത്രയും കറി മതിയോന്ന്. അതേടോ എന്നോട് തെയ്യം പറഞ്ഞിട്ടുണ്ടേടി സബീന, നീ വാർപ്പിലും ചെമ്പിലൊക്കെ കറി ഉണ്ടാക്കി സാധനം പോയില്ല, പിന്നെ നഷ്ടം വന്നെന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന് മൂങ്ങിയിട്ടൊരു കാര്യമില്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഈ കറിച്ചട്ടിൽ ഉണ്ടാക്കാറുള്ളൂ. നമുക്ക് കഞ്ഞിക്കുള്ള വക ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനീ അതിയപ്പുറത്ത് ഉണ്ടാക്കിയിട്ട് വെറുതെ സാധനം വേസ്റ്റ് ആക്കണം. അപ്പം അതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു.